ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ ഇത്തിരി സൗണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നിഫ്റ്റി ലെവൽസിലേക്ക് പോകാം. നിഫ്റ്റി നല്ലൊരു ബുള്ളിഷ് മൊമെൻ്റാണ് കാണിച്ചേക്കുന്നത്. അതായത് ഒരു 300 പോയിൻറ്റ്സിൻ്റെ അടുത്ത് നിഫ്റ്റി എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട്. 26-ാം തീയതി ഡേറ്റ്. രാവിലെ ഒരു ചെറിയൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് നല്ലൊരു മൊമെൻ്റത്തേക്ക് ഇവിടെ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഒരു മണി തൊട്ടിട്ടാണ് ഒരു നല്ലൊരു മൊമെൻ്റ് നിഫ്റ്റിയിൽ വന്നതാണത്. അവിടെ നിന്നാണ് ഒരു 100-100 പോയിൻ്റ് പോയേക്കണത്. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ അതിൽ ഓപ്ഷൻ ചെയിൻ, ഓപ്ഷൻ ഗ്രീക്സ്, ഡാറ്റ ഇതിനെ കുറിച്ചിട്ടൊന്നും ഒരു ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ബിഗിനേഴ്സ് ലെവലുള്ള വീഡിയോ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ബിഗിനർന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ആവുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഫ്രീ ഗ്രൂപ്പാണ്. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് DM ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. 1 മണിക്കൂർ ഓൾമോസ്റ്റ് ഉള്ളൊരു ക്ലാസ്സാണ്, റെക്കോർഡ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. താല്പര്യമുള്ളവർ അത് ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഇന്നും BTCയിൽ ട്രേഡ്സ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് BTCയിൽ ട്രേഡ്സ്. അത്യാവശ്യം ടാർഗറ്റിലേക്ക് പോകാറുമുണ്ട്. ഇത് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിട്ടുണ്ട് മോർണിംഗിലത്തെ ഒരു സെക്ഷനിലാണ്. അപ്പോൾ $150 ഒരു പ്രോഫിറ്റാണ് വന്നേക്കണത്. അപ്പോൾ BTC ട്രേഡിങ് ചെയ്യുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലാണ്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ലീഗലായിട്ട് ഇന്ത്യയിൽ ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഫ്രീ എൻട്രി തരുന്നതായിരിക്കും ആ ഗ്രൂപ്പിലേക്ക്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് യൂസർ ID എനിക്ക് സെൻഡ് ചെയ്ത് തരിക. ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ ഫ്രീ ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഇന്നും കിട്ടിയിട്ടുണ്ട് ഒരു നല്ലൊരു ട്രേഡ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ടോട്ടൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളിന്ന് ട്രേഡ് ചെയ്തേക്കണത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു മൊമെൻ്റ് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും. SLകളുടെ ആവശ്യമില്ല. ടോട്ടൽ പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. നമുക്കൊരു ടോട്ടൽ ഇന്നൊരു പ്രോഫിറ്റിൽ ഇരിക്കാൻ പറ്റും. അതിനുള്ള ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ എടുക്കണ എൻട്രി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് പോകാനുള്ള എല്ലാ വക ചാൻസും കൊണ്ടുവന്നു. നിങ്ങൾ എടുക്കണ റോങ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ പ്രീമിയം പെനൽറ്റിയിൽ നിങ്ങൾ പെടും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഔട്ടാക്കിയിട്ടായിരിക്കും പ്രോഫിറ്റിക്ക് പോവുക. അപ്പോൾ എടുക്കണ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 56,600 P ആണ്. ബാങ്ക് നിഫ്റ്റിയാണ്. ഇതൊരു 10 മിനിറ്റിൽ ഇറങ്ങാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് 10 മിനിറ്റ് ഇറങ്ങാത്തവർക്ക് ഇത് പ്രോഫിറ്റ് പോകും. പക്ഷേ നമ്മളൊരു കോസ്റ്റ് പറയാം കേട്ടോ. 25,250 C നിഫ്റ്റിയാണ്. 25,250 C ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലെവൽസാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കൊടുത്തിട്ടുള്ള ലെവൽസാണ്. ഇത് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇതിന് ഗുഡ് ആൻഡ് ബാഡ് രണ്ടും ഉണ്ട്, മനസ്സിലായില്ലേ. കറക്റ്റ് ഇവിടുന്ന് ട്രേഡ് ആക്ടിവേഷൻ നടന്ന് ഇത്രയും ദൂരം പോയിട്ടുണ്ട്. അതായത് 140 പോയിൻറ്റ്സിൻ്റെ മുകളിൽ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ട്രേഡാണ്. ഇതിൻ്റെ 2 ഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ നമുക്കത് പറഞ്ഞു തരാം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ആവുള്ളൂ. ഞാൻ രാവിലെ 70-40 പറഞ്ഞ ലെവൽ ഇവിടെ കൊടുത്തു. രാവിലെ കൊടുത്ത ലെവലാണ് 70-40 പറഞ്ഞ ഈ ലെവൽ. ഈ റെഡ് ലൈൻ കാണണ്ടാവുമല്ലോ, 70-40. അത് ഫസ്റ്റ് ഗ്രീൻ ക്യാനിൽ കയറി, പിന്നെ ഗ്രീൻ ക്യാനിൽ കയറി. നമുക്ക് റെഡ് ക്യാനിൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 4 ക്യാനിൽ കഴിഞ്ഞിട്ട് റെഡ് ക്യാനിൽ കിട്ടണത്. റെഡ് ക്യാനിൽ വന്ന ശേഷം ട്രേഡ് ആക്റ്റീവായി. ട്രേഡ് ആക്റ്റീവായിട്ട് ഒന്നെങ്കിൽ ഡിസ്കൗണ്ട് ഒരു 2 രൂപ വ്യത്യാസനോ അല്ലെങ്കിൽ 1 രൂപ വ്യത്യാസനോടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ ലിമിറ്റിലെടുക്കാം. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല. ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ 81 നമ്മൾ മേടിക്കാൻ പറഞ്ഞ പ്രൈസ് 70. അപ്പോൾ 11 മതി വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എടുക്കണം നിർബന്ധമില്ല. പക്ഷെ നമുക്ക് കണ്ടീഷൻ ആക്ടിവേറ്റ് കഴിഞ്ഞാൽ പിന്നെയും പറയാമല്ലോ, കണ്ടീഷൻ ആക്ടിവേറ്റ് ആണ്. അവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും, ഒക്കെ ഓക്കെയാണ്. അഗ്രസീവായിട്ട് എടുക്കണവർക്ക് എടുക്കാം. നിങ്ങളുടെ SL ഈ ലിമിറ്റിൽ വന്നാൽ തന്നെ അടിച്ചു പോകും. അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെ എടുക്കുന്നവർക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 20 പോയിൻ്റ് ഉണ്ട് ഒരടിയിലേക്ക്. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക. മാക്സിമം ഇവിടെ എത്തുമ്പോൾ എടുക്കുന്നതാണ് ഏറ്റവും സേഫ്. ഒരു ഫ്രഷ് എൻട്രി അല്ലെങ്കിൽ ഫസ്റ്റ് എൻട്രി എന്നുള്ള രീതിക്ക് ഇവിടെ എത്തുമ്പോൾ ലിമിറ്റിലെത്തുമ്പോൾ എടുക്കുന്നതാണ് സേഫ്. അങ്ങനെ തന്നെയാണ് രണ്ടാമത്തെ എൻട്രി. ഇവിടെ നമുക്ക് മുകളിലാണ് ആക്ടിവേഷൻ നടന്നേക്കുന്നത്. പിന്നെ ഇത്തിരി അടിയിലേക്ക് പോന്നിട്ടുണ്ട്. പക്ഷെ അതും ഒരു ഓൾമോസ്റ്റ് 9 പോയിൻ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലതാണ് ഈ മൊമെൻറ്റ്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സിനാരി നടന്നു കഴിഞ്ഞാൽ ഈ മൊമെൻറ്റ് നടക്കും. ഞാൻ പറയണത് അങ്ങനെയാണ്.
ഇങ്ങനത്തെ ഒരു റെഡ് ക്യാനിലൂടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ മൊമെൻ്റ് ഇവിടെ കിട്ടും. പക്ഷേ അത് ഇങ്ങോട്ട് എത്തിയിട്ട് മേടിക്കുന്നതാണ് ഇത്തിരി സേഫ്. നിങ്ങൾ മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അടിപൊളിയാണെന്നൊക്കെ തോന്നും. മാർക്കറ്റ് ടൈമിൻ്റെ ഉള്ളിൽ ലൈവിൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി എല്ലാ കാര്യങ്ങളും നമുക്ക് 10 പോയിൻ്റൊന്നും ഇടാൻ പറ്റില്ല എന്നും പറയണില്ല. പക്ഷെ അത് ലിമിറ്റിൽ വന്നാൽ അവരടിച്ചു പോകും, അത്ര ഉള്ള കാര്യം. പക്ഷെ അത് നല്ല എൻട്രി ആണ്, അതും പറയാമല്ലോ. ഞാൻ അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഈ 2 എൻട്രിയും മിസ്സായെങ്കിൽ കൂടിയും ഇത് എടുത്തവരുണ്ടാവും, ഇഷ്ടംപോലെ ആൾക്കാർ എടുത്തവരുണ്ടാവും അത്. അപ്പോൾ അവർക്കൊക്കെ നല്ല എൻട്രി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ടോട്ടലി ഈ ഒരു സ്ട്രൈക്കിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ടൊന്നും എടുക്കാൻ നിൽക്കണ്ടെന്ന് മാത്രം. നമ്മുടെ കണ്ടീഷനിൽ തന്നെ ട്രേഡുകളുണ്ട്, അപ്പോൾ അത് വരെ നേരത്തെ എടുക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇത് സൈഡിക്കാണ് കേട്ടോ പ്രത്യേകിച്ച് പറയാമല്ലോ ഞാൻ. പിന്നെ 25-300 25-300 ഇങ്ങനെ തന്നെയാണ്. ഇത് ചെറിയൊരു പോയിൻ്റ് അല്ല, 10 പോയിൻ്റ് 13 പോയിൻ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ ഈ സംഭവം 10-30 പോയിൻ്റ് പോയിട്ടുമുണ്ട്. പക്ഷെ നമുക്ക് 2 ക്യാനിൽ 30 പോയിൻ്റ് പോയി. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ലിമിറ്റിൽ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല. ഞാൻ ലിമിറ്റിൽ എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇനി തിരിച്ച് കയറുമ്പോൾ എടുക്കാനും പറഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ച് കയറുമ്പോൾ എടുക്കണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ 25-300 അങ്ങനെയാണ്. അതിൽ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ വെച്ചാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ അഗ്രസീവാണ് കാര്യങ്ങൾ. പിന്നെ 25-300 പി സൈഡാണ്. നമുക്ക് ഓൾറെഡി മോർണിംഗ് ഒന്ന് സി ആയിരുന്നു. അപ്പോഴാണ് പിന്നെ ഒരു ഞാൻ വരണം കണ്ടത്. അപ്പോൾ തന്നെ പി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെടുക്കുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് പോവില്ല എന്നൊക്കെ. പലർക്കും പല പ്രൊഡിക്ഷൻസ് ഉണ്ട്. അതായത് ബുള്ളിഷായ മാർക്കറ്റിൽ നമ്മൾ പി എടുക്കുന്ന സമയത്ത് SL അടിക്കുമോ അല്ലെങ്കിൽ അത് റോങ് എൻട്രി ആവുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡ് കിട്ടിയ ശേഷം, ട്രേഡ് കിട്ടാന്ന് പറഞ്ഞാൽ റെഡ് ക്യാനിൽ മുന്നോട്ട് ട്രേഡ് ആക്ടിവേഷൻ നടന്നു. അതിന് ശേഷം നമുക്ക് വേറെ ചിന്തിക്കാനില്ല, നമ്മളവിടെ 10 പോയിൻ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ബുള്ളിഷ് ടൈമിൽ നമ്മളൊരു ബീറിഷ് സിനാരിയോയിലേക്ക്, അതായത് പിയിലേക്ക് എൻട്രി എടുക്കുമ്പോൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് പൂള് മാർക്കറ്റ് എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത്. ബയ്യേഴ്സ് സെല്ലേഴ്സ് തമ്മിലുള്ളൊരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ബയ്യേഴ്സ് വിൻ ചെയ്ത് കഴിഞ്ഞ് ഈസി ആയിട്ടുള്ള പ്രോഫിറ്റാണ് വരിക. അപ്പോൾ അതാണ് അതിൻ്റെ സ്ട്രഗ്ലിങ് ടൈം. ഇവിടെ ആ സ്ട്രഗ്ലിങ് ടൈമാണ്. അതിന് ശേഷം അത് 50 പോയിൻ്റ് പോയിട്ടുണ്ട്. ഫുൾ ടാർഗറ്റ് വന്നുള്ള ട്രേഡാണ്. എല്ലാവർക്കും 1 രൂപ വ്യത്യാസം എടുക്കാൻ വേണ്ടി ട്രേഡാണ്. 1 രൂപ 2 രൂപ ഏതാണെങ്കിലും ഈസിയായിട്ട് എടുക്കാൻ വേണ്ടി ട്രേഡാണ് കേട്ടോ. പിന്നെ നമുക്ക് 25-400 എൻട്രി ഉണ്ടായിരുന്നത്. 25-400 പക്കയായിട്ട് ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇത് ഫ്രീ ഗ്രൂപ്പിലത്തെ ട്രേഡുകൾ, പെയ്ഡ് ഗ്രൂപ്പിലത്തെ ട്രേഡുകളെല്ലാം കൂട്ടാ പറഞ്ഞു പോണത് കേട്ടോ. കുറച്ചുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 74-ലാണ്, ട്രേഡ് കിട്ടിയത് 76-ലാണ്. അപ്പോൾ 2 രൂപ വ്യത്യാസം എല്ലാവർക്കും എടുക്കാം. 2 രൂപ വ്യത്യാസം എടുക്കാൻ പറ്റും. ഇതൊരു 27 പോയിൻ്റ് 28 പോയിൻ്റ് പോയിട്ടുള്ള ട്രേഡാണ്. 2-3 ക്യാൻഡലിൽ 28 പോയിൻ്റ് പോയി. പിന്നെ അത് വീക്കായിട്ട് അടിയിലേക്ക് പോകുന്നു, ഒന്നും ചെയ്യാനില്ല. പിന്നെ ക്യാൻഡിൽസ് അടിയിൽ പോയി തിരിച്ച് കാരണം നേരത്തെ ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. SL പോകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ലിമിറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സംഭവം SL പോലെ മനസ്സിലായേ, അല്ലെങ്കിലാണ് SL പോവുള്ളൂ. അത്യാവശ്യം പ്രോഫിറ്റ് തന്നിട്ടുള്ള ട്രേഡാണ്. 20 പോയിൻ്റൊക്കെ അടുപ്പിച്ച് പോയിട്ടുണ്ട് ഈ ട്രേഡ്. പിന്നെ കുറച്ച് ലെവല് പെയ്ഡ് ഗ്രൂപ്പിൽ ഈ സെയിം ലെവലിന് 74 എന്ന് പറഞ്ഞ ഈ ലെവൽ തന്നെയാണ്. റീ എൻട്രി ഞാൻ പോകണ്ടായിരുന്നു, അവിടെയും ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. റെഡ് ക്യാനിൽ വന്ന് ഇവിടെ നമുക്ക് ഫസ്റ്റ് ട്രേഡ് ഇവിടെ കിട്ടിയില്ലേ, ഇതേ പൊസിഷൻ തന്നെയാണ് ഇവിടെയും. ഇവിടെ കറക്റ്റ് ലിമിറ്റിൽ കിട്ടും. ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ലിമിറ്റിൽ നിന്ന് 74-ന്ന് 109 വരെ പോയിട്ടുണ്ട്. അതായത് 35 പോയിൻറ്റിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ റീ എൻട്രി ഉണ്ട്. റീ എൻട്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽ പിന്നെയും ഹൈ ആയി, 86-ലൊക്കെ ആയി. അപ്പോൾ 10 പോയിൻ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട, അത്ര ഉള്ള കാര്യം. ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുകയെന്നുണ്ടെങ്കിൽ 160 വരെ പോയിട്ടുണ്ട്. 80 പോയിൻ്റ് വ്യത്യാസം, അതായത് 80 പോയിൻ്റ് പ്രോഫിറ്റ് എന്നുള്ള ലെവലിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എടുത്തില്ല എന്നുള്ളൂ. നമ്മളൊരു ട്രൈ ചെയ്ത് അതിലൊരു 10-30 പോയിൻ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ നിഫ്റ്റിയിൽ കാണുന്ന എല്ലാ പോയിൻ്റ് എടുക്കാൻ പറ്റുന്നില്ല, അത് എളുപ്പമല്ല. അങ്ങനെയൊക്കെ ഇരിക്കണമെന്ന് വെച്ചാൽ ഇരിക്കാം, പക്ഷെ എല്ലാ ദിവസവും അത് നടക്കില്ല, അതാണ് പ്രശ്നം. പിന്നെ ഉണ്ടായിരുന്ന 56-700 സിയിലാണ് ബാങ്ക് നിഫ്റ്റി. നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രേഡ് ഇതാണ്. ഇവിടെ നമുക്കൊരു 90 പോയിൻ്റ് 1:3 വന്നിട്ടുണ്ട്. പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയ ഫസ്റ്റ് ട്രേഡ് ഇതാ തോന്നുന്നുണ്ടോ, ഇതാണ് ഫസ്റ്റ് ട്രേഡ്. അപ്പോൾ 90 പോയിൻ്റ് അതിൽ വന്നു. പിന്നെ റീ എൻട്രി ആണ്, നമുക്ക് കാണാൻ പറ്റും. സെയിം ഇതേ പ്രൈസ് തന്നെയാണ് ഇവിടെയും വന്നതാണത്. സെയിം റീ എൻട്രിയിൽ 300 പോയിൻ്റ് പോയിട്ടുള്ള ട്രേഡാണ്. 330 പോയിൻ്റ്. അപ്പോൾ ഇത് 1:10 ആക്ടിവേറ്റ് ആയിട്ടുള്ള ട്രേഡാണ് രണ്ടാമത്തെ ട്രേഡ്. ഇത് 1:3 ആക്ടിവേറ്റ് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ട്രേഡ്. സെയിം പ്രൈസ് തന്നെയാണ്, റീ എൻട്രി തന്നെയാണ്. അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെയും ആൾക്കാരിങ്ങനെ ചോദിക്കണോണ്ട്, അതായത് DM ചെയ്ത് വേറെ കോഴ്സ് ചോദിക്കണോണ്ട് ഞാൻ കൊടുത്ത ഒരു ലെവലാണത്, മനസ്സിലായില്ലേ. 176-ൻ്റെ ഒരു പ്രൈസ്, 57,000 കോള്, 55,000-ൻ്റെ സി. ഇതൊരു 1:3 ആക്ടിവേറ്റ് ആയിട്ടുള്ള ട്രേഡാണ്. അതായത് 90 പോയിൻ്റ്
ആക്ടിവേഷൻ നടന്നിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ അത്രയും ട്രേഡുകളാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് നന്നായിട്ടൊക്കെ ചെയ്യാൻ നോക്കുക. നല്ല രീതിക്ക് ഇത് ചെയ്താലാണ് നമുക്ക് നല്ല പ്രോഫിറ്റ് വരുള്ളൂ. വെറുതെ ഈസി ആയിട്ട് കിട്ടുന്ന പ്രോഫിറ്റൊന്നും അല്ല അതിൻ്റെ ഉള്ളതെന്ന്. എന്തെങ്കിലുമൊക്കെ അറിയണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് പതുക്കെ ചെയ്ത് പഠിച്ച് പ്രോഫിറ്റിക്ക് വരിക. ഞാൻ പറഞ്ഞത് ഓപ്ഷൻസ് വളരെ ഈസിയാണ്. നിങ്ങൾ യൂട്യൂബ് വീഡിയോസിലും യൂട്യൂബ് ലൈവിലും കാണാൻ പോലെ അത്രയും വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു പരിപാടിയാണ്. അത് കറക്റ്റായിട്ട് ആർക്കും പ്രോപ്പറായിട്ട് പറഞ്ഞുതരാൻ പറ്റാത്തതുകൊണ്ടാണ് അതിപ്പോഴും ഡിഫിക്കൾട്ട് എന്നൊരു വാക്കിൽ നിൽക്കണത്. നിങ്ങൾ കറക്റ്റായിട്ട് ഇതിനൊന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ട്രേഡിംഗ് അല്ല, ഓപ്ഷൻസിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന്. ട്രേഡിങ്ങിൽ ഞാൻ പറഞ്ഞത് ട്രേഡിംഗ് എന്ന് പറഞ്ഞ വേർഡിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓപ്ഷൻസ് മാത്രമല്ല, ഡെറിവേറ്റീവ്സ് മാത്രമല്ല, സ്റ്റോക്ക് ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആകെ ഹാൻഡിൽ ചെയ്യുന്നത് ഓപ്ഷൻസാണ്. അത് ചെറിയൊരു മേഖലയാണ്, പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മേഖലയും കൂടിയാണ്. അത് നിങ്ങളൊന്ന് മെനക്കെട്ടിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കിട്ടും. എനിക്ക് വരുന്ന പല DMസിലും കോഴ്സിലും അത്യാവശ്യം ലോസ് ഉള്ളവർ തന്നെയാണ് സംസാരിച്ചുകൊണ്ട് പോണത്. നല്ല ലോസിലാണ്. അപ്പോൾ അവർക്കൊക്കെ എത്ര പെട്ടെന്ന് റിക്കവർ ആക്കാനൊന്നും പറ്റില്ല. അതിന് മാത്രം ലോസ് ക്യാരി ചെയ്യണവർ, അതിന് മാത്രം ഓപ്ഷൻസിൽ ഫിയർ ഉള്ളവർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നതിൽ പ്രോഫിറ്റ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കണ കാര്യമല്ല. അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്കറിയാം, പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുക. പെട്ടെന്ന് കിട്ടാൻ നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് വലിയ വലിയ ലോസായി വരിക. ഇപ്പോൾ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ മാത്രം നോക്കി ട്രേഡ് നോക്കാറുണ്ടാവും. നിങ്ങൾ പ്രോഫിറ്റിൽ കുറേ കണ്ടിട്ടുണ്ടാവാം, ലോസുകൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ പ്രോഫിറ്റും ലോസൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഓൾമോസ്റ്റ് ഞാൻ പറയണത് ഓൾ ടോട്ടലിൽ നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിലൊരു പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് ഇരിക്കാൻ പറ്റും. അതെൻ്റെ ഒരു കോൺഫിഡൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ കാണുന്ന കോഴ്സ്, ഞാൻ പറഞ്ഞത് കോഴ്സിൻ്റെ കാര്യം മാത്രമാണ്. അതിൽ വരുന്ന കോഴ്സ്, ഞാൻ ഇടുന്ന വോയിസ്, അല്ലെങ്കിൽ പ്രീവിയസ് ഞാൻ ഇട്ട വോയിസ്, അല്ലെങ്കിൽ പിൻ ചെയ്തിട്ടുന്ന വീഡിയോസ്, അല്ലെങ്കിൽ പിൻ ചെയ്തിട്ടാണ് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, പുതിയത് കാണുന്ന ആൾക്കാർ. എന്നിട്ട് നിങ്ങൾ ഒരു ഫ്രഷ് എൻട്രി എടുക്കുക. മനസ്സിലായില്ലേ? ചാടി കയറ്റി എടുക്കണമെന്ന് ആരോട് ഞാൻ പറയണില്ല. നിങ്ങൾ നോക്കിയിരുന്ന് പതുക്കെ എടുത്താൽ മതി. നിങ്ങളുടെ കയ്യിലത്തെ കാശാണ്, അത് കളയാണ്ട് നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ ലാസ്റ്റ് ഡേ ആണ് ട്രേഡിങ്ങിൻ്റെ, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമുക്ക് കാണാം. നല്ല ട്രേഡുകൾ കിട്ടട്ടെ, നല്ല അവസരങ്ങളുണ്ടാവട്ടെ, ഓപ്പർച്യൂണിറ്റികൾ മാർക്കറ്റിലുണ്ടെങ്കിലാണ് നിങ്ങൾക്കും എല്ലാവർക്കും പ്രോഫിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.